ഇന്നേ ദിവസം രാവിലെ 9:06 കേട്ടോ എണീക്കുന്ന സമയത്തിന് ഫോണിലൊരു മിസ് കോൾ ഉണ്ട്. പ്രിയ സുഹൃത്ത് വിളിച്ചതായിരുന്നു. അവനെ തിരിച്ചങ്ങോട്ട് വിളിച്ചു കേട്ടോ. ഇന്നത്തെ ദിവസം നേരെ പുറത്തിറങ്ങിയ സമയത്തിന് കണ്ട കാഴ്ച ഏട്ടൻ്റെ മക്കളുണ്ട്. അവർ പെയിന്റിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറിയ മോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ പറയുന്നത് നമ്മൾ മനസ്സിലാവുന്ന പോലെ നമ്മളങ്ങോട്ട് അഭിനയിച്ചു. എന്താണെങ്കിലും അതിനുശേഷം നേരെ വാർത്തയും കാര്യങ്ങളും കുറച്ച് വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ. എന്താണ് ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയ സമയത്തിന് കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിന്റെ മുൻപ് ഏട്ടൻ്റെ മോളെ വാഴപ്പായത്തിന് വായ എന്നിട്ടാ പറയാം. ഇന്ന് കുറച്ച് ഭക്ഷണം കൂടുതൽ അധ്വാനം കുറേ ദിവസമായി വീട്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവരുടെ കൂടെ അങ്ങോട്ട് കൂടാന്ന് വെച്ചു. അപ്പോൾ മുകൾ ഭാഗം പൊളിക്കാനും കുറച്ച് കല്ലിറക്കാനും ഓടിറക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ കാലത്ത് വീടിൻ്റെ പടവ്, തേപ്പ്, പെയിൻറ്റിങ്, ഒപ്പം തന്നെ ഇൻഡസ്ട്രിയിലെ വർക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പഴയ കാലത്തേക്ക് പോകാമെന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. പിന്നെ തടി ഇറക്കിയിട്ടൊക്കെ കുറേ ദിവസമായി വർക്ക് എടുത്തിട്ട്, കാരണം രാവിലെ വെച്ച് ഉറങ്ങുക, ജോലിക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫുള്ള് ബൈക്കിലാണ് യാത്ര. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കണം. ഇനി ഒരു രാവിലെ എണീക്കണം എന്നൊരു പ്ലാനും കൂടി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. നമ്മുടെ നാടൻ പണിക്കാർ പോയിട്ട് ബംഗാളികൾ വരാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഈ നട്ടുച്ച നേരത്ത് അവർ എടുക്കുന്ന ജോലിയുടെ ആ ഒരു കഠിനാധ്വാനം കണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. എന്നാൽ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട്. ഇന്ന് അതിൻ്റെ രുചിയൊക്കെ യഥാർത്ഥത്തിൽ അറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളം കുടിച്ച സമയം കുറച്ച് സമയം ഉറങ്ങി. ശേഷം പ്രിയ സുഹൃത്തിൻ്റെ കല്യാണം തലേ ദിവസം അവിടേക്ക് അങ്ങോട്ട് പോയിട്ടോ.